അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്തയാളടക്കം 2 പേർ അറസ്റ്റിൽ. അയൽവാസിയായ 16 വയസ്സുകാരനാണ് കുട്ടിയെ വായ പൊത്തിപ്പിടിച്ച് ബലമായി പിടിച്ചുകൊണ്ടുപോയത്. പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികളെ പിടിച്ചു നിർത്തിയത് കൂട്ടുപ്രതി എറണാകുളം സ്വദേശി സുധീഷാണെന്നും പോലീസ് പറഞ്ഞു. അടൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 2 ആളുകളാണ് പ്രതിസ്ഥാനത്തുള്ളത്. അതിൽ 2 പേരും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടാണ് കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത്യാവശ്യം തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. പ്രതികളും കസ്റ്റഡിയിലായിട്ടുണ്ട്. അതിജീവിതയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലത്ത് ഒരു ചടങ്ങിന് വന്നതാണ്. ആ ചടങ്ങിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. കൂട്ടുകാരികളോട് ഒന്നിച്ച് നിന്ന സമയത്താണ് കുട്ടിയെ കൊണ്ടുപോയതും ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവുകയും ചെയ്തു. വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം. പ്രതികളും പ്രായപൂർത്തിയാകാത്തവരാണ്. പോലീസ് എങ്ങനെയാണ് കേസ് ഡീൽ ചെയ്യുന്നത്? ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നിരന്തരം പോക്സോ കേസുകളാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്കറിയാം, പത്തനംതിട്ട സ്റ്റേഷനിൽ തന്നെ രജിസ്റ്റർ ചെയ്ത ഏതാണ്ട് 57ഓളം പ്രതികളുള്ള വലിയൊരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം അടൂരിൽ നിന്നും മറ്റൊരു കേസുണ്ടായി. ഇപ്പോൾ വീണ്ടും അടൂരിൽ 5ാം ക്ലാസ്സുകാരെ പീഡിപ്പിച്ച ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കൂട്ടുകാരികൾക്കൊപ്പം നടന്നു പോവുകയായിരുന്ന 5ാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അറിയിക്കുന്നത്. എറണാകുളം സ്വദേശിയായിട്ടുള്ള സുധീഷ് എന്നയാളാണ് ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോകാൻ കൂട്ടുന്നത്. പെൺകുട്ടിയുടെ, അതായത് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അയൽവാസിയായിട്ടുള്ള 16-കാരനാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം നിർവഹിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ 2 പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഈ മുഖ്യ പ്രതിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ അയൽവാസിയായിട്ടുള്ള 16-കാരൻ പ്രായപൂർത്തിയാകാത്തതിനാൽ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളായിരിക്കും പോലീസ് സ്വീകരിക്കുക. ഏതായാലും പെൺകുട്ടിയുടെ ആരോഗ്യനിലയും ഒക്കെ തന്നെ തൃപ്തികരമാണ്. 2 പ്രതികൾക്കെതിരെ, അതായത് ഈ 2 പ്രതികളല്ലാതെ മറ്റേതെങ്കിലും പ്രതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ സമീപ ദിവസങ്ങളിൽ തന്നെ മറ്റേതെങ്കിലും പ്രതികൾ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി നന്ദു.